സ്പോട്ട് ലൈവ് തുടരുന്നു. ആലപ്പുഴയിൽ KSRTC ബസ്സിന് നേരെ കല്ലേറ്. ബസിന്റെ ചില്ല് കല്ലെറിഞ്ഞ് തകർത്തു. പരിക്കുപറ്റിയ ഡ്രൈവറെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ബൈക്കിൽ ഹെൽമറ്റ് ധരിച്ചെത്തിയവരാണ് കല്ലെറിഞ്ഞതെന്നാണ് വിവരം. ഞാൻ പുറക്കാട് ജംഗ്ഷനിൽ നിന്ന് എൻ്റെ വീട്ടിലോട്ട് പോകുന്ന വഴിക്കായിരുന്നു. ഈ ഒച്ച കേട്ട് വണ്ടി നിർത്തിയതാണ്. നിർത്തിയപ്പം ഡ്രൈവറുടെ കയ്യിൽ നിന്ന് കണ്ടമാനം രക്തം പോണു, ചില്ല് കിടക്കുന്നു. അതിൻ്റെ പുറയിലായിട്ട് 1-2 കല്ലും കിടപ്പുണ്ട് റോഡ് റമ്പിൽ. ആരാ എറിഞ്ഞതെന്ന് നമുക്കറിയത്തില്ല. ഡ്രൈവർ പറഞ്ഞ് ബൈക്കിൽ വന്നവരാ എറിഞ്ഞതെന്ന്. ബൈക്കിൽ ഹെൽമെറ്റ് വെച്ച് വന്ന ആ പുറകെ ഇരുന്നവനാണ് എറിഞ്ഞ് വണ്ടി ഒരുത്തന്നെ ഓടിച്ചൊന്ന് പോകുന്നു. അതാണ് പറഞ്ഞത്. പുള്ളിയെ വണ്ടാനം ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി ആലപ്പുഴയിൽ നിന്നും. ശരണ്യ, ഇതെപ്പോഴാണ് സംഭവം ഉണ്ടായത്? ആരാണ് കല്ലെറിഞ്ഞതെന്ന് വ്യക്തമായിട്ടുണ്ടോ? ടോമ, അവരെ സംബന്ധിച്ചുള്ള വിവരം പോലീസിന് ലഭ്യമായിട്ടില്ല. ഇത് സംഭവം നടക്കുന്നത് പുറക്കാട് ദേശീയപാതയിലാണ്. KSRTC ബസ്സിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ഇരുചക്ര വാഹനത്തിൽ പോയ 2 പേരിൽ പിറകിലിരുന്ന ആളാണ് കല്ല് വെച്ച് എറിഞ്ഞത് എന്നുള്ളതാണ് പറയുന്നത്. പുറക്കാട് SNM ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മുൻവശത്ത് വെച്ചാണ് ഈ അപകടം നടന്നത്. ബസ്സിൽ 60ഓളം യാത്രക്കാർ ആ സമയത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ മുന്നിലെ പോയ ഇരുചക്ര വാഹനത്തിൽ 2 പേരും ഹെൽമെറ്റ് ധരിച്ചിരുന്നവരായിരുന്നു. ഇതിൽ പിറകിലിരുന്ന ആളാണ് ബസ്സിനുള്ളിലേക്ക് ഈ കല്ല് വലിച്ചെറിഞ്ഞിട്ടുള്ളത്. തുടർന്ന് ആ KSRTC ബസിന്റെ ഫ്രണ്ട് ചില്ല് മുഴുവൻ പൂർണ്ണമായും അത് തകർന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ഡ്രൈവർക്ക് ഈ ചില്ല് തറച്ചു കയറി സാരമായ പരിക്ക്, ഡ്രൈവർ സലീമിന് സാരമായ പരിക്കേൽക്കുകയും അദ്ദേഹത്തെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. പിന്നീട് യാത്രക്കാരെ ഇറക്കി മറ്റൊരു വാഹനത്തിൽ കയറ്റി, മറ്റൊരു ബസ്സിൽ കയറ്റി അവരെ വിടുകയായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത്, ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ്സിന് നേരെയാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും ആ ബസ്സിന്റെ നിയന്ത്രണം അടക്കം പോകാൻ കഴിയുന്ന രീതിയിലായിരുന്നു ഒരു അപകടം സംഭവിച്ചത്. തുടർന്ന് ഇപ്പോൾ അമ്പലപ്പുഴ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഇരുചക്ര വാഹനത്തിൽ വന്നവർ ആരാണ് എന്നതിനെ സംബന്ധിച്ച് യാതൊരു വിവരവും പോലീസിന് ലഭ്യമായിട്ടില്ല. എന്താണ് അതിൻ്റെ ഒരു പ്രകോപനത്തിന് കാരണം? ഈ ബസ് ഓവർടേക്ക് ചെയ്തോ? അത്തരം സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ പലപ്പോഴും ഇതുപോലുള്ള ആക്രമണങ്ങൾ, ബസ് തടഞ്ഞിടുക, അതുപോലുള്ള സംഭവങ്ങളൊക്കെ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഏതെങ്കിലും ബസ് ഓവർടേക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തർക്കമാണോ? ഈ സമീപ സ്ഥലത്ത് ഏതെങ്കിലും CCTV ദൃശ്യങ്ങളുണ്ടോ? പോലീസ് അത് ബന്ധപ്പെട്ട് അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടത്തുന്നുണ്ടോ ശരണ്യ? ടോം, അല്പസമയം മുമ്പാണ്, അതായത് ഒരു മണിക്കൂർ മാത്രമേ ആയിട്ടുള്ളൂ ഈ സംഭവം നടന്നിട്ട്. അമ്പലപ്പുഴ പോലീസ് സ്ഥലത്തെത്തി വിശദമായ പരിശോധന നടത്തുന്നുണ്ട്. പക്ഷേ അത്തരത്തിൽ ഈ മറ്റൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്തതാണോ എന്നടക്കമുള്ള അസ്വാഭാവികമായ കാര്യങ്ങളൊന്നും തന്നെ അവിടെ ഉണ്ടായിരുന്ന പ്രദേശവാസികളടക്കം പറയുന്നില്ല. നമ്മളിപ്പോൾ ഒരു പ്രദേശവാസിയുടെ പ്രതികരണം തേടിയിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ വാഹനത്തിന്റെ ചില്ല് പൊട്ടുന്ന ഒച്ച കേട്ടിട്ടാണ് അവരെ ഇത് കണ്ടത് എന്നുള്ളതാണ്. തുടർന്ന് ബസ് വഴിയരികിലേക്ക് മാറ്റി ബസ് നിർത്തുകയായിരുന്നു. കാരണം ഈ ഒരു വലിയ അപകടം നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം ടോം, ആ ബസ്സിന്റെ ഫ്രണ്ട് ഗ്ലാസ് മുഴുവൻ തകർന്നിട്ടുണ്ട്. അതിൽ നിന്നുള്ള ചില്ല് തെറിച്ചാണ് ഈ ഡ്രൈവർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുള്ളത്. ഒരു ഡ്രൈവർക്ക് അത്ര ഒരു അപകടം സൃഷ്ടിക്കത്ത രീതിയിലാണ് ആ കല്ലുകൾ വന്ന് പതിച്ചത് എന്നുള്ളതാണ്. ആ വാഹനത്തിന്റെ മുഴുവൻ നിയന്ത്രണവും കയ്യിലുള്ള ഒരാൾക്കാണ് അത്തരത്തിലൊരു പരിക്കേൽക്കുന്നത്. 60 പേരുണ്ടായിരുന്ന ബസ്സിനാണ് ഈ ആക്രമണം ഉണ്ടായിട്ടുള്ളതും. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടെയാണ് പോലീസ് ഈ കാര്യത്തിൽ നോക്കിക്കാണുന്നത്. CCTV ദൃശ്യങ്ങൾ അടക്കം പോലീസ് ശേഖരിക്കും. എന്തായാലും പ്രാഥമികമായി അവിടെ എത്തി കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. ഡ്രൈവറിൽ നിന്ന് അമ്പലപ്പുഴ പോലീസ് മൊഴി രേഖപ്പെടുത്തുകയാണ്. ഈ ഇരുചക്ര വാഹനത്തിന്റെ നമ്പറോ മറ്റു വിവരങ്ങളോ ലഭ്യമായിട്ടുണ്ടോ? അതോ ഈ കല്ലെറിഞ്ഞ ശേഷം ഉടനടി അവർ സ്ഥലം വിടുകയായിരുന്നോ? ഇവർ വാഹനം നിർത്തിയിട്ടില്ല ടോമ. അവരെ വാഹനം നിർത്താതെ തന്നെയാണ് ഈ കല്ല് എറിഞ്ഞിട്ട് പോയത്. അതായത് ഒരാൾ ഫ്രണ്ടിലിരുന്ന ആൾ വാഹനം ഓടിക്കുകയും ബാക്കിലിരുന്ന ആളാണ് ഈ കല്ല് വലിച്ചെറിയുകയും ചെയ്തിട്ടുള്ളത്. 3ഓളം പാറക്കല്ലുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് പോലീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. 3 കല്ലുകളാണ് ഈ വാഹനത്തിന്റെ ഫ്രണ്ട് ഡോറിലേക്ക് വന്ന് പതിച്ചത്. ഒപ്പം തന്നെ അത് വന്ന് പതിച്ചതിന് ശേഷമാണ് ഇത് പൂർണ്ണമായും തകർന്ന് എറണാകുളത്തേക്ക് പോകുന്ന ബസ്സായിരുന്നു. എന്തായാലും മറ്റൊരു പ്രകോപനവും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഡ്രൈവർ അടക്കമുള്ള ആളുകൾ പറയുന്നു.
അസ്വാഭാവികമായ ഒന്നും കണ്ടിട്ടില്ല എന്നുള്ളതാണ് അവിടെയുള്ള വണ്ടിയിൽ സഞ്ചരിച്ചിരുന്ന ആളുകളും യാത്രക്കാരും വ്യക്തമാക്കുന്നത്. എന്താണ് കാരണം എന്നതിനെ സംബന്ധിച്ച് പോലീസ് അന്വേഷിക്കുകയാണ്. എന്തായാലും പുറക്കാട് ഭാഗത്ത് ഇത്തരത്തിൽ KSRTC ബസ്സിന് ഹർത്താൽ സമയത്തൊക്കെ അത്തരത്തിൽ അവിടെ ഈ പുറക്കാട് ഭാഗത്ത് തന്നെ ബസ് ഇതിനു മുമ്പ് ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. എന്തായാലും അത്തരം കാര്യങ്ങളൊക്കെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇരുചക്ര വാഹനം നിർത്താതെ പോവുകയാണ് ചെയ്തത്. വാഹനം നിർത്തിയല്ല, ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ നിന്നാണ് കല്ല് പുറകിലേക്ക് വലിച്ചെറിഞ്ഞത്. വ്യക്തമാണ്. ശരണ്യ സ്നേഹജനാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴയിലാണ് KSRTC ബസ്സിന് നേരെ കല്ലേറുണ്ടായത്. ഡ്രൈവർക്ക് പരിക്കേറ്റിട്ടുണ്ട്. സംഭവത്തിൽ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. ഇരുചക്ര വാഹനത്തിലെത്തിയവരാണ്, ഹെൽമറ്റ് ധരിച്ചെത്തിയവരാണ് കല്ലെറിഞ്ഞതെന്ന വിവരം പോലീസിന് ലഭ്യമായിട്ടുണ്ട്. ഏറെ ഗൗരവത്തോടെയാണ് ഈ കേസിൽ പോലീസ് അന്വേഷണം നടക്കുന്നത്.